ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് മൈനസ് ആണ്. ഡെസിമൽ നമ്പർ, ദശാംശ നമ്പറുകൾ തമ്മിൽ കുറക്കുന്നതാണ്. ഇത് കുറക്കുക പറഞ്ഞാൽ ഈ കുപ്പിയിലുള്ള വെളിച്ചെണ്ണ 2.50 അതിൽ നിന്ന് 0.475 പാചകത്തിന് എടുത്തു എന്ന് പറഞ്ഞാൽ കുറച്ച് അതിൽ നിന്ന് ഉപയോഗിച്ചാൽ എന്തായാലും കുറയുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് കുറക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, 50 എന്ന് പറയുമ്പോൾ 2 നമ്പറുള്ളൂ, 50. പക്ഷേ 475 എന്ന് പറഞ്ഞാൽ 3 നമ്പറുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് മൈനസ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ 3 നമ്പറാക്കി 0 ഇട്ട് കൊടുക്കണം. ഈ 0ത്തിൽ നിന്ന് നമുക്ക് 5 കുറക്കാൻ പറ്റില്ല. നമ്മളിത് 10 ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കടെടുക്കുക. അതായത് ഇവിടെ നിന്ന് കടെടുക്കുമ്പോൾ ഇത് ഇവിടെ 10 ആവും. ഈ 10 എന്നുള്ളതിൽ നിന്ന് വീണ്ടും അപ്പുറത്തേക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെയാണ് 10 ആവുക. ഇത് 9 മാറും. ഇവിടെ 4 മാറും. 10 - 5 5, 9 - 7 2, 4 - 4 0. പിന്നെ ഇവിടെ പോയിൻ്റ് വരും, 2 - 0 2. ഇങ്ങനെയാണ് ഇവിടെ ആൻസർ വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെസിമലിൽ നിന്ന് ഫ്രാക്ഷൻ, അതായത് ദശാംശത്തിൽ നിന്ന് നമ്മൾ ഭിന്നസംഖ്യക്ക് മാറ്റി ചെയ്യുന്ന മറ്റേ രീതിയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റേ രീതിയിൽ മൈനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം ഭിന്നസംഖ്യ ഫ്രാക്ഷനാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിൻറ്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. അതായത് 2.50 എന്ന് വരുമ്പോൾ 2നെ നമ്മൾ ആദ്യം എഴുതും. 50 എഴുതിയിട്ട് താഴെ എഴുതുന്ന നമ്പർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, എത്ര നമ്പർ ഉണ്ട് മുകളിൽ അത് നോക്കിയിട്ട്. അതായത് 50 എന്ന് പറയുമ്പോൾ 2 നമ്പർ ഉള്ളത് കൊണ്ട് 2 0 100 താഴെ കൊടുത്തു. ഇതേപോലെ ഇപ്പുറത്തും ഇവിടെ 0 എന്ന് പറയുമ്പോൾ 0 ആകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഈ 2 ആയതുകൊണ്ടാണ് നമ്മൾ 2നെ അവിടെ എഴുതിയത്. അപ്പോൾ 0 ആയതുകൊണ്ട് 0നെ നമ്മൾ മൈൻഡ് ചെയ്യാതെ 475 എന്നുള്ള നമ്പർ എഴുതി. താഴെ എഴുതുന്ന നമ്പർ ഇവിടെ 1 2 3 3 നമ്പർ ആയതുകൊണ്ട് താഴെ 3 0 ഉള്ള 1000 കൊടുത്തു. ഇനി അവിടെ കുറക്കുമ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്ര ഭിന്നാണ്. ഇത് സാധാരണ ഫ്രാക്ഷൻ, അതായത് സാധാരണ മുകളിൽ അതായത് സാധാരണ ഭിന്ന രൂപത്തിലാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നത്തേക്ക് മാറ്റുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു ഇടുക പ്ലസ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 × 100 250 എന്ന് വരും. പ്ലസ് ചെയ്ത് കഴിഞ്ഞ് 250/100 മൈനസ് 475/1000 ആണ്. ഇവിടുത്തെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഛേദം, അതായത് ഡിനോമിനേറ്റർ താഴെയുള്ള നമ്പർ സെയിം ആക്കിയാൽ മാത്രമേ കുറക്കാനും കൂട്ടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത് 100ൻ്റെ കൂടെ ഇൻറ്റു 10, അതായത് ഒരു 0 വന്നാൽ എന്താവുള്ളൂ, 1000 ആവുള്ളൂ. താഴെ ഇൻറ്റു 10 കൊടുക്കുമ്പോൾ സെയിം, മുകളിലും ഇൻറ്റു 10 നിർബന്ധമായിട്ടും കൊടുക്കണം. രണ്ടിടത്ത് വരെ 0 കൊടുത്തു കഴിഞ്ഞാൽ 250 അല്ലല്ലോ, ആദ്യം ഓൾറെഡി 250 ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു 0 വന്നാൽ 2500 2500/1000 എന്നാവും. ഇങ്ങനെ 2500 താഴെ 1000 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, മുകളിലുള്ള നമ്പർ മൈനസ് ചെയ്താൽ 2500 നിന്ന് 475 മൈനസ് ചെയ്താൽ 2025 താഴെ 1000. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം താഴെ എത്ര 0 ഉണ്ട്. ആ 0ൻ്റെ എണ്ണം നോക്കിയിട്ടാണ് പോയിൻ്റ് ഇടുക അല്ലേ. അതായത് 2025 എന്നുള്ള നമ്പർ ആദ്യം നമ്മളിങ്ങനെ എഴുതി വെച്ചു. 1 2 3 3 സ്ഥാനം എന്ന് പറയുമ്പോൾ 5നെയും 2നെയും 0നെയും ഒഴിവാക്കിയിട്ട് പോയിൻ്റ് ഇട്ടു. 2.025 ലിറ്ററാണ് അവിടെ ബാക്കി ഉണ്ടാവുക എന്നാണ് ആൻസർ.